ഒത്തിരി വെള്ളപ്പൊക്കവും ആം, പ്രകൃതിയുടെ ദുരന്തങ്ങളും കഷ്ടങ്ങളും എല്ലാം കേരളത്തിലും വളരെയധികം വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം. അതുപോലെ രോഗവും പ്രയാസങ്ങളും വളരെ ദുരിതകാലമാണ് നമ്മുടെ ചുറ്റും മാനുഷികമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ. എന്നാൽ നമുക്ക് വീണ്ടെടുപ്പിന്റെ കാലം അടുത്തു എന്ന് വിചാരിക്കാം, വിശ്വസിക്കാം. ഈ ഒരു മനുഷ്യനാലും തീർക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൈ യുടെ അടയാളമാണ് നമുക്കറിയാം. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ബീഹാറിലെ കാര്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, സുവിശേഷം പറയാൻ ഉള്ള വാതിലുകൾ വളരെ വളരെ ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും സുവിശേഷം പറയാനൊക്കെ കഴിയുള്ളൂ. കർത്താവ് അവിടെ എല്ലാം പ്രവർത്തിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പാസ്റ്റർ കുറച്ചും കൂടെ ആഹാരം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആഹാരം കഴിക്കാതിരുന്നാൽ ജഡം തോക്കുമെന്ന് എനിക്ക് വിചാരമില്ല. കാരണം പല പാസ്റ്റർമാർ ആഹാരം കഴിക്കുന്നില്ല എന്നുള്ളൊരു ജഡമാണ് ആഹാരം കഴിച്ചിട്ടുള്ള ജഡത്തെക്കാളും വലിയ ജഡം ഉണ്ടാകാനും അതുകൊണ്ട് സാധ്യതയുണ്ട്. ഞാൻ ആഹാരം കഴിക്കാതിരുന്നാൽ എൻ്റെ ജഡം ചിലപ്പം കുറച്ചുകൂടെ സ്ട്രോങ് ആവും. കാരണം അത് ഫാസ്റ്റിംഗ് എടുക്കുന്ന ജഡമാണ്. അപ്പം ഇത് വളരെ സൂത്രക്കാരനായ ഒരു ജഡമാണ് മനുഷ്യർക്കെല്ലാം ഉള്ളത്. അവിടെ തന്നെ അത് സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ നമുക്ക്, അത് ദൈവം നമുക്ക് അനുവദിക്കുന്ന ക്രൂശിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജഡത്തിൻ്റെ മരണം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഈ ക്രൂശ് എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും തീർത്തും നിസ്സഹായനാക്കി കളയുന്ന കാര്യമാണ്. ബീഹാറിൽ നിന്നൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം നിസ്സഹായാവസ്ഥയിൽ തന്നെ ആയിരിക്കും അവർ തുടരുന്നത്. ദേ ആർ ഓൾറെഡി ഓൺ ദ ക്രോസ്. അത് നമ്മുടെ ജീവിതത്തിലല്ല, ഏത് ബീഹാറിലായാലും കേരളത്തിലായാലും ലോകത്തിൻ്റെ ഏത് കോർണറിലായാലും ഈ ക്രൂശ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ വിട്ടുപോവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന. ഹെൽപ്ലെസ് ആയി പോകുന്ന അനേകം സന്ദർഭങ്ങൾ, അവിടെ നമ്മൾ മരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം നമുക്കൊന്നും ചെയ്യാനില്ലാത്ത, ചെയ്തിട്ടും കാര്യമില്ലാത്ത അനേകം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാം. അവിടെ ഞാൻ മരിക്കുക, ക്രിസ്തുവിനെ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലാത്ത ആ ഒരു ഫലമാണത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ മല്ലപ്പള്ളിയിൽ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം, ദൈവത്തിൻ്റെ ശത്രു മനുഷ്യനാണ്, സാത്താനല്ല എന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. സഭയിൽ തന്നെയാണോ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. കാരണം സാത്താൻ ദൈവത്തിന് എതിര് നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനല്ല. സാത്താൻ അങ്ങനെ കഴിവില്ല. ദൈവം പറയുന്നതിനെതിരെ നിൽക്കാൻ സാത്താന് സാധിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന സാത്താൻ കുഴപ്പക്കാരനാണ്, ഭയങ്കര ശക്തനാണെന്നാണ്. പക്ഷെ ഹി കനോട്ട് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഗോഡ്. കാരണം ഏതും കർത്താവ് പറഞ്ഞാൽ സാത്താൻ പോയേ പറ്റുള്ളൂ. ശരിക്കും ദൈവത്തിന്റെ ശത്രു, ദൈവത്തിനെതിരെ നിൽക്കുന്നത് സാത്താനാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. സ്വരാഷ്ട്രീയൻ മതത്തില് ദൈവവും സാത്താനും തുല്യ ശക്തികളാണ്. ദൈവവും സാത്താനും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ അതില് മനുഷ്യർ ആരുടെ കൂടെ നിൽക്കുന്നോ ആ ടീം ജയിക്കും. ഇങ്ങനെയാണ് സ്വരാഷ്ട്രീയൻ മതത്തിലെ ദൈവസങ്കല്പം എന്ന് പറയുന്നത്. ഇവിടെ ഏതാണ്ട് അങ്ങനെയാണ്. നമ്മൾ ഒത്തിരി യുദ്ധം ചെയ്താണ് ദൈവത്തിന് കുറച്ച് ജയമൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കഷ്ടപ്പെട്ടാണ് ദൈവത്തെ ജയിപ്പിക്കുന്നത്. ദൈവഹിതം നടപ്പാകാൻ വേണ്ടി ഉപവാസം എടുത്തെടുത്ത്. അപ്പൊ നമ്മൾ പലപ്പോഴും ദൈവത്തെ സഹായിക്കുന്ന പോലെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ വളരെ ലോവർ ലെവലിലുള്ളൊരു ദൈവസങ്കല്പമാണിത്. കർത്താവിനങ്ങ് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നമ്മളിങ്ങ് ഉപവാസം എടുത്ത് കുറച്ച് ബലം കർത്താവിനങ്ങ് കൊടുക്കുവാണ്. ഇത് സാത്താൻ ഒരു എതിരാളിയാണ് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. സാത്താൻ എതിരാളിയാണ്, പക്ഷെ ദൈവത്തിന് തക്ക എതിരാളിയല്ല. ദൈവത്തിന് എതിര് നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ആളല്ല. കർത്താവ് പറയുന്നതിന് അനുസരിക്കുന്ന ഒരു എതിരാളിയാണ്. അതൊരു വളരെ രസകരമായ ഒരു എതിരാണത്. അതായത് ദൈവം എന്ത് പറഞ്ഞാലും അനുസരിക്കാതിരിക്കാൻ സാത്താന് പറ്റത്തില്ല. അവൻ പിടിച്ച് തീയിലിട്ടാൽ പോയേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ അതിന്റെ ശക്തി.
പിന്നെ സാത്താന് കുറെ നീതീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്രൂശിൽ തീർന്നു. ദൈവത്തിന്റെ നീതി ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ ചോദിക്കുന്ന, മോശയ്ക്ക് വേണ്ടി ആർഗ്യ ചെയ്യുന്ന, അല്ലെങ്കിൽ യോശുവയുടെ വസ്ത്രത്തിൽ കറ പുരണ്ടെന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം സാത്താൻ ഉണ്ടായിരുന്നു. അതൊക്കെ ക്രൂശിൽ അവസാനിച്ചു. കാരണം അവിടെ കർത്താവ് എല്ലാത്തിനും ഒരു മറുപടി കൊടുത്തു. അവനെ പെർമനന്റ് ആയിട്ട് സൈലന്റ് ആക്കി. ഈ സൈലന്റ് ആക്കുക എന്ന് പറയുമ്പോഴും, തോൽപ്പിച്ചു എന്ന് പറയുമ്പോഴും, ഈ മനുഷ്യനെ കൊണ്ട് അവന് ചെയ്യാവുന്നത് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ്. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന അവന്റെ സദൃശ്യത്തിന് സ്വരൂപത്തിലാണ്. മനുഷ്യന് മാത്രമേ ദൈവത്തോട് എതിര് നിൽക്കാൻ പറ്റുന്നുള്ളൂ. വേറൊരു സൃഷ്ടിക്കും, അത് ആനിമേറ്റ് ഓർ ഇന്നാനിമേറ്റ്, ജീവനുള്ളതിനോ ജീവനില്ലാത്തതിനോ ദൈവം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ആ ദൂതന്മാരായാലും സാത്താനായാലും പ്രകൃതി ആയാലും പശു ആയാലും കാളയായാലും കടുവയായാലും ദൈവം പറഞ്ഞ അനുസരിച്ചേ പറ്റുള്ളൂ. There is only one creation who stands against God, and that is human being. മനുഷ്യന് മാത്രമാണ് ദൈവത്തിന് എതിര് നിൽക്കാൻ. അപ്പൊ സാത്താൻ മനുഷ്യനെ കാണുമ്പോൾ അവൻ ദൈവത്തിന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നല്ലൊരു വഴിയാണ് സാത്താൻ കണ്ടെത്തിയത് ദൈവത്തെ എതിരിടാൻ വേണ്ടി. സാത്താൻ അവൻ രാജത്വം കൊടുക്കാമെന്ന് പറയാണ്. രാജത്വം എങ്ങനെയാ കൊടുക്കുന്നത്? സാത്താൻ കൊടുക്കുന്നതല്ലത്, അവൻ സ്വയം അസ്യൂം ചെയ്യണം. ആ പഴം തിന്നിട്ട് അവന്റെ രാജ്യത്തിന്റെ രാജാവാണ്. അപ്പൊ മനുഷ്യന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്ന ആ ഒരു രാജ്യമുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നിങ്ങളുടെ രാജ്യം. അത് നടപ്പാക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത രാജാവാണ്. ആ രാജാവിന്റെ ശക്തി എന്തിനാശ്രയിച്ചിരിക്കും? നിങ്ങളുടെ ഈ പുറമെയുള്ള ജഡമനുഷ്യന്റെ ശക്തി അനുസരിച്ചിരിക്കും ആ രാജ്യം എത്ര പവർഫുൾ ആണെന്നുള്ളത്. ഉദാഹരണത്തിന്, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കണമെങ്കിൽ അതിനുള്ള പണം എനിക്ക് വേണം. അപ്പോഴങ്ങനെയാണ് എൻ്റെ ഇഷ്ടങ്ങളുടെ രാജ്യം ഞാൻ നടപ്പാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ നല്ല റിസോഴ്സ് ഉള്ള ആളാണെങ്കിൽ, നല്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ, അവൻ്റെ രാജ്യത്തെ എങ്ങനെ വേണേലും വളർത്തിയെടുക്കാം, കൊണ്ടുപോകാം, എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹ്യൂമനിസം, ഹ്യൂമൻ റിലീജിയൻ, ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ ഓർപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോളാരിറ്റി, ഒരു വൈരുദ്ധ്യാത്മകത, അല്ലെങ്കിൽ അതിനെന്താ മലയാളത്തിൽ, വിരോധാഭാസം, രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ. ഒന്ന് തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്ന ദൈവഭക്തിയുടെ മർമ്മം. മറ്റൊന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം, ഒന്നെടുത്തോട്ടെ ഞാൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. ദ മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്, അതായത് അധർമ്മത്തിന്റെ മർമ്മം. ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, അധർമ്മത്തിന്റെ മർമ്മം. 1 തിമോത്തിയോസ് അടുത്ത പുസ്തകത്തിൽ, തൊട്ടടുത്ത പുസ്തകത്തിൽ 3:16 പറയുന്നത്, and without controversy great is the mystery of godliness. The mystery of godliness and mystery of iniquity, lawlessness. ഇത് രണ്ടും മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ്പ്ലിസിറ്റ് അല്ലാത്തത്, അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാത്തത്, ഒളിഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും വെളിപ്പെടുത്താതെ പിടികിട്ടാൻ പറ്റാത്തത്. അപ്പോ ദൈവഭക്തിയുടേതും ഒരു മർമ്മമാണ്, ലോലെസ്നെസ്സും ഒരു മർമ്മമാണ്. ഇത് രണ്ടും വെളിപ്പെടുത്തപ്പെടാതെ മനസ്സിലാവില്ല, വെളിപ്പെടുത്തപ്പെടേണ്ടതാണ്. ഈ രണ്ട് മർമ്മങ്ങൾ വേദപുസ്തകം മുഴുവൻ കാണുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത്. ദൈവഭക്തിയുടെ മർമ്മവും നിയമമില്ലായ്മയുടെ മർമ്മവും, ലോലെസ്നെസ്, അധർമ്മം. എന്താണ് ദൈവഭക്തിയുടെ മർമ്മം? ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് സുവിശേഷമാണ്. അതെങ്ങനെയാണ് ഒരു ഓർഡറിൽ അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? 1 തിമോത്തിയോസ് 3:16 നമ്മൾ ദൈവഭക്തിയുടെ മർമ്മം എന്നുള്ളത് നോക്കുമ്പോൾ, ഞാൻ അതൊന്ന് വായിക്കാം. 3:16, and without controversy great is the mystery of godliness.
അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. അവിടെ ഈ വേർഷനിൽ ഇത്, ഒരു മിനിറ്റ്, ഓക്കെ, ഇത് ന്യൂ കിങ് ജെയിംസ് വെർഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതിൽ എഴുതിയിരിക്കുന്നത് ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. വിനോ, ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യനായി ഫ്ലഷിൽ വെളിപ്പെട്ടു, ജഡരൂപമെടുത്തു. സ്പീക്കിംഗ് അബൌട്ട് ഹിസ് ഇൻകാർണേഷൻ. കർത്താവ് ജഡരൂപമെടുത്തു വന്നു. ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ഇതൊരു മിസ്റ്ററിയാണ് കർത്താവിന്റെ നീതീകരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് കർത്താവ് നീതീകരിക്കപ്പെട്ടത്? അത് മനുഷ്യരാൽ ലഭിച്ചതല്ല, അതൊരു മർമ്മമായിരുന്നു. എങ്ങനെയാണ് കർത്താവ് നീതീകരിക്കപ്പെട്ടത്? നമുക്കറിയാം, അവൻ ജഡത്തിലാണ് ജനിച്ച് വളർന്നത്. ജഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാവജടമല്ല. ആ കർത്താവിന്റെ ശരീരം, ശരീരത്തിൽ വെളിപ്പെട്ടു. ആ ശരീരത്തിലാണ് വെളിപ്പെട്ടത്. ആത്മാവിലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ നീതീകരിക്കപ്പെട്ടത്? യേശുക്രിസ്തു നീതിമാനാണെന്ന് എങ്ങനെയാണ് തെളിയിച്ചത്? അവൻ പുനരുത്ഥാനം ചെയ്തതിലൂടെയാണ്. എന്നാൽ നീതിമാനായ ക്രിസ്തുവിനെ പിതാവ് ഉയർപ്പിച്ചു എന്നാണ് ഇവരുടെ എല്ലാം പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോസ്തലന്മാരുടെ ആദ്യകാല പ്രസംഗങ്ങൾ മുഴുവൻ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ സംബന്ധിക്കുന്നതായിരുന്നു. കാരണം നിങ്ങൾ ദോഷിയാണെന്ന് പറഞ്ഞ് ക്രൂശിച്ച കൊന്ന ക്രിസ്തുവിനെ നീതിമാൻ എന്ന് കണ്ട് പിതാവ് ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ബൈ ഹിസ് റൈച്ചസ്നെസ്, ബൈ ഹിസ് റിസറക്ഷൻ. റിസറക്ഷൻ എന്താണ് തെളിയിക്കുന്നത്? പിതാവ് പുത്രനെ നീതീകരിച്ചിരിക്കുന്നു എന്നാണ്. ഇറ്റ് വാസ് ദ സൺസ് വിൻഡിക്കേഷൻ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ക്രിസ്തുവിന്റെ നീതി എന്ന് പറയുന്നത് മിസ്റ്ററിയാണ്. ഓക്കെ, അത് വെളിപ്പെടുത്തപ്പെടേണ്ടതാണ്. വെളിപ്പെടുത്താതെ നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ നീതി എങ്ങനെയാണ് വെളിപ്പെട്ടത്? ക്രിസ്തുവിലൂടെയാണ് വെളിപ്പെട്ടത്. അവ നീതീകരിക്കപ്പെട്ടത് പുനരുത്ഥാനത്തിലൂടെയാണ്. അടുത്തത് സീൻ ബൈ ഏഞ്ചൽസ്. ആരാണ് ഇത്? ചെറിയൊരു പ്രോബ്ലമാണ് ഈ സീൻ ബൈ ഏഞ്ചൽസ് എന്ന് പറയുന്നത്. അത് എനിക്ക് ആദ്യം മനസ്സിലാകാതെ കിടന്ന ഒരു ഭാഗമായിരുന്നു. ഈ ദൈവദൂതന്മാർ എന്ത് കണ്ടെന്നാണ് പറയുന്നത്? മലയാളത്തിൽ പറയുമ്പോൾ അത് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്നാണ്. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പൊ പ്രത്യക്ഷനാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നർത്ഥം എന്താ? അപ്പം പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ദൂതന്മാർക്ക് എല്ലാ സമയത്തും ദൈവത്തെ കാണാമല്ലോ. അപ്പൊ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ശരിക്കും അത് ഇത്രയേ ഉള്ളൂ. അവൻ പുനരുത്ഥാനം ചെയ്തു. അവൻ ജഡത്തിൽ വന്നു. പുനരുത്ഥാനത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ഏത് ദൂതന്മാർക്ക്? ആർക്കാണ് അവൻ വെളിപ്പെട്ടത് പുനരുത്ഥാനത്തിന് ശേഷം? ആരാണ് ഇവിടുത്തെ ദൂതന്മാർ? എന്താണ് ദൂത്? ഏത് ദൂതാണ് എത്തിക്കുന്നത്? അത് മനസ്സിലാക്കാൻ അടുത്ത രണ്ട് വാക്യങ്ങളൂടെ വായിക്കണം. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. അപ്പൊ ആരാണ് ദൂതുമായിട്ട് പോകുന്നത്? ഈ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാണ് ദൂതുമായിട്ട് പോകുന്നത്. അപ്പൊ ആർക്കാണ് ദൈവം വെളിപ്പെട്ടത്? ഈ ദൂതുമായി പോകുന്നവർക്കാണ് ഇത് വെളിപ്പെട്ടത്. അതായത് മെസ്സഞ്ചേഴ്സ് എന്ന് ഇവിടെ പറയുന്ന ദൂതൻ എന്ന വാക്ക് ശരിക്കും ഗ്രീക്കിൽ ഏഞ്ചലോസ് എന്നൊരു വാക്കാണ്. ഏഞ്ചൽ എന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതേ സമയത്ത് ഒരു സന്ദേശവുമായി പോകുന്ന ആരെയും ഏഞ്ചലോസ് എന്ന് പറയാം. ഒരു മെസ്സഞ്ചർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദൈവത്തിന്റെ മെസ്സഞ്ചേഴ്സിനെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നുണ്ട്, പക്ഷെ അവിടെയും വാക്ക് ഏഞ്ചലോസ് എന്നാണ്. ഇപ്പൊ ഏഞ്ചലോസ് എന്ന് പ്രയോഗിച്ചെന്ന് വിചാരിച്ച് അതൊരു ഡിവൈൻ ബീയിങ് ആവണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മളൊന്ന് വായിച്ചു നോക്കിയേ, എന്താണ് ദൈവഭക്തിയുടെ മർമ്മം? വാട്ട് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്? അതൊരു വെളിപ്പെടുത്തപ്പെടേണ്ട ഒരു മിസ്റ്ററിയാണ്. എന്താണത്? ഒന്ന്, കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു. രണ്ട്, അവൻ ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു. ദാറ്റ് മീൻസ് മനുഷ്യർ അവനെ ദോഷിയായിട്ടാണ് ക്രൂശിച്ചത്. മനുഷ്യരുടെ കണ്ണിൽ കർത്താവ് ഒരു ക്രിമിനലായിരുന്നു. ക്രൂശാണ് അവന് മനുഷ്യർ വിധിച്ചത്. അപ്പൊ മനുഷ്യരുടെ ജഡ്ജ്മെന്റിൽ കർത്താവ് നീതീകരിക്കപ്പെട്ടില്ല. ഹി വാസ് ത്രോൺ എമംഗ് ക്രിമിനൽസ്, ക്രൂസിഫൈഡ് എമംഗ് ആസ് എ ക്രിമിനൽ. അപ്പൊ മനുഷ്യരുടെ ദൃഷ്ടിയിൽ അവൻ നീതീകരിക്കപ്പെട്ടില്ല. പിന്നെ എങ്ങനെ നീതീകരിക്കപ്പെട്ടു? പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവനെ നീതീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മൈ സൺ വാസ് റൈച്ചസ് എന്ന് പിതാവ് പ്രൂവ് ചെയ്തത്
അവനിൽ വസിക്കുന്ന ആത്മാവിനാൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജീസസ് വാസ് സീൻ ഇൻ ദ ഫ്ലെഷ്, ലിവ്ഡ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ഹി വാസ് ജസ്റ്റിഫൈഡ് ബൈ ദാറ്റ് സ്പിരിറ്റ്. അപ്പൊ കർത്താവിന്റെ ജീവൻ ശരിയായിരുന്നു, അതായിരുന്നു ദൈവത്തിന്റെ നീതി. അവൻ നീതിയെ പൂർത്തീകരിച്ച ഒരു യാഗമാണ് കഴിച്ചതെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പുനരുത്ഥാനത്തിലൂടെ അത് മനസ്സിലായി എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. അപ്പോൾ പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? വളരെ പാവങ്ങളായ, യാതൊരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ശിഷ്യന്മാർ, അവിടെ പത്രോസിനെയും യാക്കോബിനെയും കുറിച്ച് പറയുന്നവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ എന്നാണ്. ഈ സാമാന്യരായ എന്ന് പറയുന്നതാണ് കോമൺ ആയിട്ടുള്ള. അപ്പൊ വളരെ സാമാന്യരായ ആളുകളായിരുന്നു ശിഷ്യന്മാർ. ഓക്കെ, ഈ സാമാന്യമായത് എന്ന് പറഞ്ഞാൽ കോമൺ, സ്പെഷ്യൽ അല്ല എന്നർത്ഥം. അപ്പൊ യാക്കോബ് യോഹന്നാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അധികം പഠിത്തമൊന്നും വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ സാധാരണ ഡെയിലി വർക്കിന് പോകുന്ന, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണ രണ്ടുപേര്, കോമൺ മാൻ എന്ന് പറയും. അങ്ങനെയുള്ള രണ്ടാൾക്കാരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കേരളത്തിലൊക്കെ എല്ലാവർക്കും തന്നെ കുറച്ച് സാക്ഷരതയും അറിവും ഒക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉന്നത വർഗത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവര് വളരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരും സാമാന്യരുമായി മനുഷ്യര് പറയുന്ന ജ്ഞാനം എന്നാണ് അവർ അത്ഭുതപ്പെടുന്നത്. അപ്പൊ കർത്താവ് അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്തത്. അപ്പൊ അവരുടെ പ്രസംഗത്തിലൂടെ, ആ ദൂതന്മാരുടെ പ്രസംഗത്തിലൂടെ, ആ മെസ്സഞ്ചേഴ്സ് ക്യാരി ചെയ്ത മെസ്സേജിലൂടെ ഇത് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുകയും ലോകത്തിൽ വിശ്വസിക്കപ്പെടുകയും ചെയ്തു. എന്താണ് വിശ്വസിക്കപ്പെടുന്നത്? ആരിലൂടെയാണ്? സാധാരണക്കാരായ മനുഷ്യരുടെ. എന്താണ്? ആത്മാവിനാലുള്ള നീതീകരണം. ക്രിസ്തു ജഡരൂപമെടുത്ത് ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടുവെന്നും തേജസ്സിൽ എടുക്കപ്പെട്ടുവെന്നും. ആ നീതീകരണത്തെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചുമുള്ളതാണ് ദൈവഭക്തിയുടെ മർമ്മം. നമ്മൾ സാധാരണ ദൈവഭക്തി എന്ന് കാണുന്നത് എന്താണെന്നറിയാമോ? ചില പ്രത്യേക ശൈലിയിൽ പ്രാർത്ഥിക്കുക, അല്ലെ? ഭയങ്കര ഭക്തിയുള്ള പ്രാർത്ഥന എങ്ങനെയാ? കർത്താവേ. അപ്പൊ ആ ഒരു വിളിക്കാതെ നമ്മൾ ഭക്തി ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്താ, അങ്ങനെ ഒത്തിരി ടെക്നിക്കുകൾ നമുക്കുണ്ട്. എല്ലാ ടെക്നിക്കുകളൊന്നും എനിക്ക് വശമില്ല, ചില ടെക്നിക്കുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഈ ഭക്തിയുടെ ഗുട്ടൻസ്, ഇപ്പൊ ഒരാൾ വളരെ ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടി ആൾ പല ഗുട്ടൻസുകളും കാണിക്കും, അല്ലെ? ഭക്തനാണ്, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സൂത്രത്തിലെങ്കിലും നമ്മൾ പറയും, നാളെ ഞാൻ രാവിലെ സാധാരണ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അതൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ എത്തിക്കും, വേറെ ആളുടെ എത്തിക്കാതിരിക്കത്തില്ല. ഓക്കെ, കാരണം ഈ ഭക്തി എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഭക്തി എന്ന് സാധാരണ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് മർമ്മമായിട്ടാണ് പറയുന്നത്. ദൈവഭക്തി എന്ന് പറയുന്ന ഒരു മർമ്മമാണ്. അത് ഫെയ്ത്ത് ആണ്, അത് ക്രിസ്തുവിലുള്ള ഫെയ്ത്ത് ആണ് എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് തേജസ്സിലേക്ക് നയിക്കുന്നതാണ്. അത് ക്രിസ്തുവിന് ആത്മാവിനാൽ ലഭിച്ച നീതീകരണത്തെ സംബന്ധിക്കുന്നതാണ്. അത് മാനുഷികമല്ല, മനുഷ്യനാൽ ഉളവായതുമല്ല. ഓക്കെ, അതൊരു മർമ്മമാണ്. എന്നാൽ ലോകത്തിൽ അങ്ങനെയല്ല ഭക്തി എന്ന് പറയുന്ന സാധനം. ഓരോ മതങ്ങൾക്ക്, ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്കത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് കത്തോലിക്കരുടെ ഭക്തിയും ബ്രദറുകാരുടെ വേദവചന പഠനവും പെന്തക്കോസുകാരുടെ സുവിശേഷീകരണം വേണം പണ്ട് പറയുന്നുണ്ട്. ഇപ്പൊ പെന്തക്കോസുകാരുടെ സുവിശേഷം ഒന്നും പറയാറില്ലേ, പണ്ടത്തെ കാലത്തെ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പോ കത്തോലിക്കരുടെ ഭക്തി, പ്രിയ സഹോദരങ്ങളെ, ദൈവഭക്തിയുടെ മർമ്മം അതല്ല. ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, അവനിൽ നമ്മൾ വിശ്വസിക്കുന്നുള്ളതാണ്. ആ വിശ്വാസത്താലാണ് ഈ ഈ ദൈവഭക്തിയുടെ മർമ്മം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, ദാറ്റ്സ് ദ വിശ്വാസത്താൽ വരുന്നതാണ് ആ മർമ്മം. അതായത് എന്താണ് നീതി, എന്താണ് ദൈവഭക്തി എന്നുള്ള മർമ്മം. ഇഫ് യു ആർ എ ബിലീവർ, ഇഫ് യു ആർ റൈച്ചസ്, ഓക്കെ, ഇഫ് യു ആർ ഗോഡ്ലി, അതെന്താണ് അതിന്റെ മിസ്റ്ററി എന്ന് പറയുന്നത്? യു ബിലീവ് ആൻഡ് ലീവ് ബൈ ഫെയ്ത്ത്. അതാണ് അതിന്റെ മിസ്റ്ററി. നമ്മൾ പുറമേ കാണിക്കുന്ന ഒന്നുമല്ല, നമ്മുടെ ഭാവങ്ങളല്ല, നമ്മുടെ വിറപ്പിക്കുന്ന ശബ്ദമല്ല. ശബ്ദം വിറച്ചോട്ടെ, അത് നാച്ചുറൽ ആയിട്ടാണെങ്കിൽ. നിങ്ങൾ കഷ്ടപ്പെട്ട് വിറപ്പിക്കേണ്ട. നമ്മൾ കാണിക്കുന്ന ഒരു ഫോമും അല്ല, അത് നമ്മുടെ ഫെയ്ത്ത് ആണ്. ഈ ഫെയ്ത്ത് ആണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ദാറ്റ്സ് കണക്റ്റഡ് ടു അവർ ലൈഫ്, ഹൗ വി സീ അതേഴ്സ് ആൻഡ് ഹൗ വി സീ അവർസെൽവ്സ്. ഇപ്പൊ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അല്ല, മറ്റു മതങ്ങൾ പോലെയല്ല, ചിട്ടയുടെ ആചാരങ്ങളൊന്നുമല്ല.
ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും മതത്തിന് വലിയൊരു നഷ്ടമാണത്. കാരണം നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന് ഈ മതത്തിന്റെ പച്ചപ്പിലാണ്. പക്ഷെ അതങ്ങ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും only Christ remains. ബാക്കിയുള്ള പ്രകടനങ്ങളിലൊന്നും വലിയ അർത്ഥമില്ല. അതൊന്നും ആന്തരികമായി ക്രിസ്തുവിന്റെ ജീവനുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഫെയ്ത്ത് മാത്രമാണ് അങ്ങനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മർമ്മം എന്ന് പറയാൻ കാരണം ഇത് വെളിപ്പെടുത്തപ്പെടാതെ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ഈ മർമ്മം വെളിപ്പെടുത്തപ്പെടാതെ നമുക്ക് മനസ്സിലാവില്ല. ഇറ്റ്സ് എ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. അത് വെളിപ്പെടുത്തുവാനും പ്രസംഗിക്കുവാനുമാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ക്രിസ്തുവിലേക്ക് ആളുകളെ ഉത്സാഹിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ്. എന്നാൽ അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് മിസ്റ്ററി ഓഫ് ലോലെസ്നെസ് എന്ന് പറയുന്നത്. അധർമ്മത്തിന്റെ മർമ്മം. ഈ അധർമ്മത്തിന്റെ മർമ്മം എന്താണ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് സേറ്റൻ. സേറ്റൻ എന്നുള്ളത് മറിഞ്ഞിരിക്കുന്ന കാര്യമല്ല. സാത്താനാണ് പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ചില സമയത്തൊക്കെ സാത്താനെ നമ്മൾ യുദ്ധം ചെയ്ത് മുഷ്ടി യുദ്ധം ചെയ്ത് ഇപ്പോ സാത്താൻ എന്നൊക്കെ പറഞ്ഞോളൂ, ഈ സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം യുദ്ധം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സാത്താന് നേരെയാണ്. കേരളത്തിന്റെ ദേശാധിപ ശക്തി ബന്ധിച്ചും അഴിച്ചും നമ്മൾ സമയം കളയാണ്. അതൊക്കെ നാട് വിട്ടു പോയിട്ട് വർഷങ്ങളായി. ഇതിനൊന്നും കർത്താവിന് മുമ്പിൽ നിൽക്കാനൊന്നും പറ്റത്തില്ല. യേശുക്രിസ്തു ജയാളിയായ കർത്താവിന് മുമ്പിൽ ഒരു ദുരാത്മശക്തിയും നിൽക്കില്ല, ഒരു ദേശാധിപതി നിൽക്കില്ല. ദാനിയലിന്റെ കാലത്തും പഴയ നിയമ കാലഘട്ടങ്ങളിലെല്ലാം ഇതൊരു വലിയ പോരാട്ടമായിരുന്നു. ബട്ട് നോ ലോങ്ങർ ഫോർ എ ബിലീവർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഇതൊന്നും പ്രശ്നമല്ല. അവിടെയാണ് നമ്മൾ ഈ അന്ത്യകാലത്ത് ഈ മർമ്മം മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ കാണേണ്ടത്. പണ്ട് കാലത്തൊക്കെ സിനിമയിലൊക്കെ കാണാമല്ലോ, അവസാനത്തെ വില്ലൻ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുമായിരിക്കും. ബാക്കി ചെറിയ ചെറിയ വില്ലന്മാരൊക്കെ ഇതായിരിക്കും മെയിൻ വില്ലൻ, ഇതായിരിക്കും മെയിൻ വില്ലൻ എന്ന് വിചാരിക്കും. പക്ഷെ ലാസ്റ്റ് ആയിരിക്കും മെയിൻ വില്ലൻ വെളിയിലോട്ട് വരുന്നത്. അതുപോലെ ബൈബിളിൽ ത്രൂ ഔട്ട് മറഞ്ഞിരിക്കുന്ന ആ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് മനുഷ്യനാണ്. അതാണ് മിസ്റ്ററി ഓഫ് മിസ്റ്ററി ഓഫ് ലോലെസ്നെസ് എന്ന് പറയുന്നത്. മനുഷ്യനാണ് ഈ മറഞ്ഞിരിക്കുന്ന സാധനം. അപ്പൊ സാത്താന് വലിയ ഒരു ആയുധമാണ് ദൈവത്തിനെതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടി അവന് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ ഈ സാത്താന്റെ പരിപാടി എന്ന് അറിയോ? സാത്താൻ ചിന്തിക്കുന്നതൊക്കെ മനുഷ്യന് വേണ്ടിയാണ്. എന്തൊരു സ്നേഹം അല്ലേ! സാത്താൻ ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ്. ആദമിനോട് ഹവ്വയോട് സാത്താൻ എന്താ പറഞ്ഞ്? നീ പഴം കഴിച്ചിട്ട് നന്മതിന്മകളെയൊക്കെ അറിഞ്ഞിട്ട് നീ ദൈവത്തെ പോലാകാനാ പറഞ്ഞ്. നീ എന്നെ നമസ്കരിച്ച് എങ്ങനെയെങ്കിലും എന്നെ ദൈവമാക്കാനല്ല പറഞ്ഞാണോ? പറഞ്ഞില്ല. യേശുവിനോട് മാത്രമേ പറഞ്ഞില്ലേ, അത് നടക്കില്ല എന്ന് അറിയാമായിരുന്നു. മനുഷ്യരോട് ഒരിക്കലും നീ എന്നെ നമസ്കരിക്കുന്ന സാത്താൻ പറഞ്ഞില്ല. ഈ സാത്താൻ വർഷിപ്പേഴ്സ് എല്ലാം മണ്ടന്മാരാ ശരിക്കും പറഞ്ഞു. സാത്താൻ പറയുന്നത് നീ രാജാവും ദൈവത്തെ പോലെ ആകാനാ പറയുന്നത്. അവൻ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നേ. നിന്റെ ഇഷ്ടത്തിന് നീ രാജ്യം സ്ഥാപിക്കേ, ദൈവത്തെ വരെ നിന്റെ വഴിക്ക് നിനക്ക് കൊണ്ടുവരാം, അല്ലെ? അപ്പൊ നമ്മുടെ മതം നോക്കിക്കേ, മതത്തിലെല്ലാം മിസ്റ്ററി ഓഫ് ലോലെസ്നെസ് ഉണ്ട്. മനുഷ്യൻ രാജാവായിരിക്കുന്ന അവസ്ഥ എല്ലാ മതങ്ങളിലും ഉണ്ട്. അത് നമ്മുടെ സഭകളിലും ഉണ്ട്. നമ്മുടെ സഭകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സഭകളിലെല്ലാം ഈ മനുഷ്യൻ രാജാവായിരിക്കുന്ന അവസ്ഥയുണ്ട്. ദൈവം നിലനിൽക്കുന്നത് തന്നെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാവോ അത്? ദൈവം എന്തിനാ? നിങ്ങൾക്ക് എന്തിനാ ദൈവം? ഇന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഇല്ലെങ്കിൽ ബ്രദറെ എങ്ങനെ ജീവിക്കും? വെള്ളപ്പൊക്കം, കെടുതി, മഹാമാരി, എന്താ പറയുന്നത്, സാമ്പത്തിക പ്രശ്നം, ഇതൊക്കെ പരിഹരിക്കാൻ നമുക്ക് ആര് വേണം? ദൈവം വേണം. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളാകുന്ന രാജ്യത്തിലെ നല്ലൊരു ഭടനാണ് ഇവരെ സംബന്ധിച്ച് ദൈവം. അപ്പൊ ആരാണ് രാജാവ്? ആരുടെ ഇഷ്ടങ്ങളാണ് നടക്കേണ്ടത്? നമ്മുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്ന മനുഷ്യൻ രാജസ്ഥാനം എടുക്കുകയും ദൈവത്തെ കൂലി കൊടുത്ത് നിയമിക്കുന്ന ഒരാളാക്കി മാറ്റുകയുമാണ് ഇന്നത്തെ മതങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം എന്തിനാ എക്സിസ്റ്റ് ചെയ്യുന്നത്? ദൈവം നമ്മുടെ ഒരു ബിസിനസ് നടത്താൻ ദൈവം സഹായിക്കും, പകരം 10% ദൈവത്തിന് കൊടുത്താൽ മതി. അപ്പൊ ഇത് മിസ്റ്ററി ഓഫ് ലോലെസ്നെസ് ആണ്. ആരാണ് രാജ്യത്ത് കൊടുക്കുന്നത്? മനുഷ്യൻ. ഫോർ ദ സേക്ക് ഓഫ് ഹിസ് പ്ലഷർ. നമ്മുടെ പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, ഇതെല്ലാം ഫോർ ദ സേക്ക് ഓഫ് മാൻസ് പ്ലഷർ, മനുഷ്യന്റെ രസത്തിന് വേണ്ടിയുള്ള. ഓക്കെ, ഈ മനുഷ്യന്റെ രസത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ അന്ത്യകാലത്ത് തെളിവായി നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കയറിയിരിക്കുന്നതാണ്. അതായത് ദൈവം രാജാവായിരിക്കേണ്ടടുത്ത്
മനുഷ്യൻ, സാത്താൻ കയറി നമ്മൾ അപ്പത്തിനെ ഇറക്കി വിടും, പക്ഷെ മനുഷ്യൻ കയറിയിരുന്ന ആരും ഇറക്കി വിടില്ല. മനുഷ്യൻ കയറുന്ന ആരും ഇറക്കി വിടില്ല. കാരണം മനുഷ്യത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നല്ല മനുഷ്യത്വം ഉള്ളവനാണ് കേട്ടോ എന്ന് പറയുന്നൊരു ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. ഇപ്പൊ മനുഷ്യൻ രാജാവായിരുന്നാൽ ആരും ഇറക്കി വിടില്ല. അവനൊട്ടും സഹിക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ് അവനെ തല്ലിക്കൊന്നത്. അപ്പൊ അവൻ ജസ്റ്റിഫൈഡാ. കാരണം മനുഷ്യനാ, നമുക്ക് മനുഷ്യത്വം തോന്നുക. ഈ മനുഷ്യത്വം തോന്നിക്കഴിയുമ്പോൾ എത്ര വലിയ പാപവും നമ്മൾ മറച്ച് പാവം എന്ന് ചിന്തിപ്പിക്കും. അതുകൊണ്ടാണ് എനിക്ക് തോന്നി മലയാളത്തിൽ പാപവും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത്, അല്ലെ? ചെറിയൊരു വ്യത്യാസമുള്ളൂ. എന്തിനും ന്യായീകരിച്ച് നമ്മൾ പാവമാക്കി മാറ്റാൻ പറ്റും. അത് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഒരു മനുഷ്യത്വം വേണ്ട നിനക്ക് ചോദിച്ചു കഴിയുമ്പോ ശരിക്കും ഏറ്റവും സുപ്രീമായിട്ട് നിൽക്കുന്ന മനുഷ്യത്വം അല്ലേ രാജാവ്? ഗോഡ്ലിനെസ് അല്ല. അപ്പോ മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പാപങ്ങൾ നമ്മൾ അനുവദിക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന്റെ ഗ്ലോറിക്ക് പകരം മനുഷ്യന്റെ എൻജോയ്മെന്റ് നമ്മൾ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ലോലെസ്നെസ് ആയി, അധർമ്മമായി, മുഴുവൻ അധർമ്മമായി. പക്ഷെ ഇത് അധർമ്മമാണെന്ന് നമ്മൾ വിവേചിക്കുന്നില്ല. കാരണം ഈ മർമ്മം അതുപോലെ മറിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. ഞാനിത് പറയുന്നത് എത്രമാത്രം ക്ലാരിറ്റി തരാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ 2-3 ആഴ്ചയായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ മനുഷ്യൻ എന്ത് അപകടകാരിയാണെന്ന് ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി. ഈ മനുഷ്യന്റെ അപകടം എങ്ങനെയാ വരുന്നതെന്നറിയോ? നമ്മൾ നമ്മുടെ പ്രവൃത്തികളാൽ സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ നമ്മുടേതായ ഒരു വിശുദ്ധി സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ, നമ്മളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, when we try to justify ourselves, ഞാൻ അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത്, എനിക്ക് വേറെ വഴിയില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, പാവമായിട്ട് എന്നെ തന്നെ ഞാൻ കാണുമ്പോൾ, നിങ്ങൾക്ക് നോക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം ഉപദ്രവിക്കുന്ന ഒരു പാവമായിട്ട് നിങ്ങളെ തന്നെ കാണുന്നുണ്ടോ? യു ആർ ഇൻ ട്രബിൾ. നിങ്ങൾ ഒരു പാവവും അല്ല, ഒരു പാവമല്ല. ഇത് വെറും വേഷം കെട്ടാണിത്. മനുഷ്യനെ പോലെ വേഷം കെട്ടാൻ ആരെ കൊണ്ടും പറ്റില്ല. യു ആർ നോട്ട് എ ടോർച്ചേർഡ് സെയിന്റ്. You are not a tortured saint. You are a sinner, an enemy of God. അവിടെ നമ്മൾ നമ്മളെ തന്നെ കാണണം. നമ്മൾ മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്ന ഒരു പാവമായിട്ട് വിചാരിക്കരുത്. അത് ഈ മനുഷ്യത്വമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മനുഷ്യത്വത്തെ ഉണർത്താൻ ശ്രമിക്കും. എന്നോട് ഇത്തിരി കരുണയാണ്, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ച് നമ്മൾ മനുഷ്യത്വത്തെ ഉണർത്തുന്നേ. ഓക്കെ, സഹോദരങ്ങൾ തമ്മിൽ നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയണം കേട്ടോ, അത് വേറെ കാര്യമാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ മനുഷ്യത്വത്തെ രാജാവാക്കാതിരുന്നാൽ മതി. വി ഓൾ ഹാവ് അവർ ഡിഫിക്കൽട്ടീസ്, വി ഓൾ ഹാവ് അവർ ക്രോസസ്. ഇതെല്ലാം പരസ്പരം വഹിക്കുകയും ചുമക്കൊക്കെ വേണം. പക്ഷെ വെൻ വി സ്റ്റാർട്ട് ഷോയിങ് സെൽഫ് സിമ്പതി, ഞാൻ അയ്യോ എൻ്റെ അവസ്ഥ എന്ന് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ മനുഷ്യത്വത്തെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. ഇത് പക്ഷെ വലിയൊരു ഭീകരമായ അപകടമായിട്ട് നമ്മൾ കാണുന്നില്ലായിരിക്കാം. ഇതിൻ്റെ കുറച്ചുകൂടെ ഒക്കെ ഭീകരമായ പല പല മോഡലുകൾ നമ്മുടെ സഭകളിലും നമ്മുടെ ചുറ്റും നമ്മുടെ ജീവിതത്തിലും എല്ലാം കാണുന്നുണ്ട്. വെൻ ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമൻ ടാലൻസ് ആർ സെലിബ്രേറ്റഡ്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ കഴിവുള്ള മനുഷ്യർ അംഗീകരിക്കപ്പെടുന്നു. കഴിവുള്ള മനുഷ്യർ, പണമുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വിദ്യാഭ്യാസമുള്ളവർ, സൗന്ദര്യമുള്ളവർ, അവരെ കാണുമ്പോൾ നമുക്ക് അവരുടെ കൂടെ സംസാരിക്കാൻ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റാണ്. അവരുടെ ഒരു ചിരിക്ക് കുറച്ചുകൂടി വില കൂടുതലുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ വീട്ടില്, നമ്മുടെ ചർച്ചിലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു അധികാരത്തിരിക്കുന്ന ഒരാളോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ ചിരിക്കും ഷേക്കാനും കൂടുതൽ വിലയില്ലേ? കൂടുതൽ വിലയുണ്ട്. അത് അവരുടെ മനുഷ്യനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. മനുഷ്യത്വം, ഇത് ഈ ഹ്യൂമൻ ഗ്ലോറി, മനുഷ്യന്റെ മഹത്വത്തെ കാണുന്നത് ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ട് വരുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 660 ഒരു മനുഷ്യന്റെ സംഖ്യയാണ്. ഭയങ്കര മനുഷ്യത്വമായിരിക്കും അയാൾക്ക്. മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനുഷ്യത്വമായിരിക്കും അറിയാം. എന്ത് പാപം ചെയ്താലും സാരമില്ല, പോട്ടെ എന്ന് പറയുന്ന ഒരു മനുഷ്യത്വം. ഏത് അധർമ്മവും അനുവദിക്കുന്ന മനുഷ്യത്വം. ഓക്കെ, അത് ഒരു ലോലെസ്നെസ്, ഒരു നിയമമില്ലായ്മയുടെ അടയാളമാണ്. അപ്പൊ നിയമമില്ലായ്മ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിസ്റ്ററി ഹ്യൂമൻനെസ്സിൽ തന്നെയാണ് കിടക്കുന്നത്. അത് എന്നിൽ തന്നെയാണ് കിടക്കുന്നത്. അവിടെയാണ് ഞാൻ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, അതായത് ദൈവഭക്തിയുടെ മർമ്മത്തെ ഞാൻ മുറുകെ പിടിക്കേണ്ടത്. സുവിശേഷത്തിന്റെ നീതിയിലേക്കും കർത്താവിന്റെ വിശ്വാസത്തിലേക്കുമുള്ള ആ ഇടുക്ക് വഴി ഞാൻ മുറുകെ പിടിക്കേണ്ടത്
ഈ കാരണത്താലാണ്, ഈ വഞ്ചനയിൽ നമ്മൾ അകപ്പെടാതിരിക്കാനാണ്. സോ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു നമ്മളെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന നമ്മുടെ, അല്ലെങ്കിൽ പുട്ടിങ് അവർസെൽവ്സ് എബവ് എവരി വൺ. എൻ്റെ വിഷമം, എനിക്ക് എന്ത് വിഷമം ഉണ്ടായെന്ന് അറിയോ, വേറൊരാളുടെയും വിഷമം അവർക്ക് അറിയത്തില്ല. ഇത് മിസ്റ്ററി ഓഫ് ലോലെസ്നെസ് ആണ്. നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായെന്ന് വിചാരിച്ചോ. രണ്ടുപേരും വഴക്കുണ്ടാകുമ്പം ഒരാൾ പറയും എന്നെ അയാൾ ഒത്തിരി വേദനിപ്പിച്ചു, പക്ഷെ ഇയാൾ അയാളെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ്. എന്നെ വേദനിപ്പിക്കുക, അതാണ്. ഞാൻ ഇത്രയും പാവമായി എന്നെ എന്തിനു വേദനിപ്പിച്ചു, അതാണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ വാക്കുകൾ, അതെനിക്ക് ടെൻഷൻ വന്നപ്പോൾ വിഷമം വന്നപ്പോൾ പറഞ്ഞു, അപ്പൊ അയാൾക്ക് അത് മുറിവേറ്റിട്ടുണ്ടാവില്ലേ? അങ്ങനെ മുറിവേറ്റ എങ്ങനെ ശരിയാണ്? എന്നാലും അവരെന്നെ ഇത്രയും ഇങ്ങനെ പറയുന്ന ആൾക്കാർ, ദാറ്റ് മീൻസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ അതർ പീപ്പിൾ ഗെറ്റ് ഹർട്ട്. അപ്പൊ എല്ലായിടത്തും രാജാവ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ വിചാരങ്ങളുമാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു ഒരു 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 എംപതറ്റിക് ആയിട്ടുള്ള ഒരു എത്തിനോട്ടം നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് ആവശ്യമാണ്. നമ്മൾ എന്ത് മർമ്മമാണ് നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മളിൽ വെളിപ്പെടുന്ന മർമ്മം? ഓക്കെ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ സ്ഥാപിക്കുന്ന ആ മർമ്മം എന്താണ്? അത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഞാനെന്ന് പറയുന്ന എൻ്റെ ന്യായം, എൻ്റെ നീതീകരണം, കർത്താവിൻ്റെ നീതീകരണം ആത്മാവിലായിരുന്നു. ഞാനിത് എൻ്റെ പ്രവൃത്തികളാലാണ് ഞാൻ നീതീകരണം അന്വേഷിക്കുന്നത്. ഞാൻ നല്ലവനായി മറ്റുള്ളവരെ നല്ലവരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം അധർമ്മത്തിൻ്റെ മർമ്മമാണ് വ്യാപരിക്കുന്നത്. ക്രിസ്തു ഇല്ലാത്തതെല്ലാം, പത്യോപദേശത്തിന് ചേരാത്തതെല്ലാം അധർമ്മത്തിൻ്റെ മർമ്മങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ അന്ത്യകാലത്ത് മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും, സാധാരണ അല്ല, മനുഷ്യന്റെ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ. അപ്പൊ ഓരോ കാറ്റ് അഴിച്ചുവിടുന്ന ആരാ? ഉപദേശത്തിന്റെ ഓരോ കാറ്റ് അഴിച്ചുവിടുന്ന ആരാ? സാത്താനാണ്. മനുഷ്യന്റെ ചതിയാലും തന്ത്രത്താലും ഉപായത്താലും തന്ത്രങ്ങളിൽ കുരുങ്ങി ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന. അപ്പം നമ്മളെല്ലാം ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലാൻ കാരണം ആരാ? ഈ മനുഷ്യന്റെ തന്ത്രങ്ങളാണ്. അപ്പൊ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന എല്ലാ തിയോളജിയും, മനുഷ്യർ ഇറക്കി വിടുന്ന തിയോളജികൾ മൊത്തം, അതെല്ലാം മനുഷ്യന്റെ തന്ത്രമാണ്. എന്താ തന്ത്രം? ഒറ്റ തന്ത്രമേ ഉള്ളൂ, അവൻ രാജാവാവുക. അതാണ് തന്ത്രം. അവൻ രാജാവാവുക. മനുഷ്യന്റെ എല്ലാ തന്ത്രത്തിനും ഒരൊറ്റ റൂട്ടേ ഉള്ളൂ, അവൻ രാജാവാവുക. ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് എന്ന് കിച്ചന്റെ രാജാവ് ആരാന്നുള്ളതാണ്. ഹൂ ഡിസൈഡ്സ് വാട്ട് ടു ബി കുക്ക്ഡ്? ആരാണ് ഈ വീടിന്റെ മാനേജർ? ആരാണ് ഈ വീടിന്റെ കുക്ക്? ആരാണ് ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്ന ആൾ? ആരുടെ രാജ്യമാണ്? ഇതാണ് എസെൻഷ്യലി എല്ലായിടത്തുമുള്ള ഇഷ്യൂ. ഇതെല്ലാം കർത്താവിന് യുക്തമായതല്ല. ഓക്കെ, എവിടെയായാലും കിച്ചൺ എന്താ മകൾക്ക് വിട്ടുകൊടുത്ത അമ്മായിമ്മയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കാം. എന്ത് വാങ്ങിക്കണം, എന്ത് കുക്ക് ചെയ്യണം, എങ്ങനെ പൈസ ചെലവാക്കണം, ഇതെല്ലാം അമ്മായിമ്മ തീരുമാനിച്ചുകൊണ്ടിരുന്നാൽ മരുമകൾ ഉറപ്പായിട്ടും വഴക്കുണ്ടാകും. അതങ്ങനെയാണ്. ആരുടെ കയ്യിലാണോ കിച്ചൺ അവർക്ക് സമാധാനമുള്ളൂ. മറ്റേയാൾ എപ്പോഴും ടോർച്ചോടായിരിക്കും. ഞാനിത് പറയാൻ കാരണം, എല്ലായിടത്തും നമുക്കൊരു വാർഫെയർ, യുദ്ധമുണ്ട്. വിട്ടുകൊടുക്കാൻ പറ്റായ്മയുണ്ട്, വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ചെയ്താലേ ശരിയാകൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഞാൻ അടുക്കള എന്ന് പറഞ്ഞ എക്സാമ്പിൾ എടുത്താണ്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ട് ഇത്. ഞാൻ ഇത് ചെയ്താലേ ശരിയാവുള്ളൂ, അവർക്കിത് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരെ പൊട്ടിച്ചോട്ടെ, യു ഡൈ. നിങ്ങൾ അതിനോട് മരിക്കുക, സമാധാനമായിട്ട് കാല് നീട്ടിയിരിക്കുക, എന്നിട്ട് കർത്താവിനെ അനുഭവിക്കുക. റെസ്റ്റ് ഇൻ ദ ലോർഡ്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു മർമ്മമാണ്. എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ രാജാവാകാൻ ആഗ്രഹമാണ്. അല്ലെ പിന്നെ എല്ലാവരും മാനസാന്തരപ്പെട്ടവരെ. നമ്മൾ പറയാണ് കർത്താവ് രാജാവായിരിക്കട്ടെ. ഓക്കെ, നീ ചെയ്താലും ഞാൻ ചെയ്താലും എല്ലാം കർത്താവിന് മഹത്വമാണ്. ആ ഒരു വീണ്ടെടുപ്പിലോട്ട് പോയാൽ കുഴപ്പമില്ല. ആ ഒരു വീണ്ടെടുപ്പിലോട്ട് പോകാത്തോട്, ആ മർമ്മം അന്വേഷിക്കാത്തോടത്തോളം കാലം ആരുടെയെങ്കിലും ഒരാളുടെ രാജ്യം നമ്മൾ സ്ഥാപിക്കൂ. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇത് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുന്നത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു പൂർണ്ണമായൊരു ഉറപ്പില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ദൈവാത്മാവ് ബാക്കി നിങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് എന്നെയും നിങ്ങളെയും എല്ലാ ജീവിതത്തിലൂടെ അത് പഠിപ്പിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സിംഹാസനങ്ങളിൽ നിറങ്ങുകയും ക്രിസ്തു രാജാവായി ഉയർത്തപ്പെടുകയും അവൻ്റെ നീതിയാൽ നീതീകരിക്കപ്പെടുവാനും അവൻ്റെ തേജസ്സിലേക്ക് എടുക്കപ്പെടുവാനുമുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.